രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ചു. ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ സി സന്ധ്യയാണ് രാജിവെച്ചത്. ഷൊർണൂർ നഗരസഭ 31-ാം വാർഡ് കൗൺസിലറാണ് സന്ധ്യ. 10 വർഷമായി UDF കൗൺസിലറായി തുടരുന്നു. രാഹുലിനെതിരെ നടപടി സ്വീകരിക്കാത്തതിലും പാലക്കാട്ടെ MP VK ശ്രീകണ്ഠന്റെ അവഗണനയിലും പ്രതിഷേധിച്ചാണ് തന്റെ രാജിയെന്ന് സന്ധ്യ ജനം TVയോട് പറഞ്ഞു. സന്ധ്യ പറഞ്ഞ ഷൊർണൂരിലെ കൗൺസിലർ അല്ലേ? അതെ അതെ. ഓക്കെ, നമ്മള് ജനം TV ന്നാണേ. നിങ്ങള് രാജിവെച്ചതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിയാണോ? ശരിയാണ് ഞാൻ രാജിവെച്ചു. ഓ, എന്തായിരുന്നു വിഷയം രാജിവെക്കുന്നത്? വിഷയം പ്രത്യേകിച്ച് നമ്മുടെ ഞാൻ 10 വർഷമായിട്ട് കോൺഗ്രസിന്റെ കൗൺസിലറാണ്. തുടർച്ചയായിട്ട് 2015 കയറിയതാണ് കൗൺസിലറായിട്ട്. അപ്പൊ ഞാൻ MP-യോട് നമ്മുടെ വിശ്വസിച്ച പാർട്ടിയുടെ MP ആണ്. അപ്പൊ MP-യോട് ഞാൻ വാർഡിലേക്ക് റോഡും ഹൈമാക്സ് ലൈറ്റ് ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതേപോലെ എന്റെ കൂടെയുള്ള കൗൺസിലർമാരൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ ഇപ്പൊ ഇതിന്റെ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഹൈമാക്സ് ലൈറ്റ് അനുവദിച്ചപ്പോ എന്റെ വാർഡിനെ അവഗണിച്ചു, എനിക്ക് തന്നില്ല. അപ്പൊ എനിക്കത് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പൊ അത് ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ കാര്യമാണ്. നഗരസഭയിലെ കിട്ടിയ ഫണ്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് 10 കൊല്ലം എന്റെ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ അതൊരു കാരണമാണ്. പിന്നെ പാലക്കാട് MLA-ക്കെതിരെ അവർക്ക് അനുകൂലമായിട്ട് ഇപ്പൊ കോൺഗ്രസ് നടത്തുന്ന നിലപാട്, ആ നയത്തിൽ എനിക്ക് പ്രതിഷേധമുണ്ട്. സ്ത്രീ ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അതും വിഷമാണ് നമുക്കത് കേൾക്കുമ്പോ. നമ്മുടെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാള് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഇത് തന്നെയാണ്, നാണക്കേട് ആയ ഒരു കാര്യമാണ്. അപ്പൊ ആ നയത്തിലും എനിക്ക് കോൺഗ്രസ് അവരോട് സ്വീകരിച്ച നയത്തിലും എനിക്ക് പ്രതിഷേധമുണ്ട്. നിയമപരമായിട്ട് ഇവര് നേരിടണം. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതില്ല, അത് നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് അതിനുള്ള ഇത് മേടിക്കണം. ഇല്ല, തെറ്റ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതും തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആൾക്കുണ്ട്. സ്ഥാനത്തിരിക്കുന്ന ഒരു പ്രത്യേക ഒരു സ്ഥാനത്തിരിക്കുന്ന വെറുതെ ഒരു പ്രവർത്തകനല്ല, വെറുതെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളല്ലല്ലോ, ഒരു പാർട്ടി അതല്ലേ, പാലക്കാടിന്റെ MLA ആണ്. അപ്പൊ അതിൽ പ്രതിഷേധമുണ്ട്. കോൺഗ്രസ് നല്ല രീതിയിലല്ല നയത്തില് നയെടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തിപരമായ അഭിപ്രായം. അപ്പൊ നമ്മുടെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ ഇതിനോടൊന്നും യോജിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ രാജിവെച്ചു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും നിർണായകമായ ഒരു തീരുമാനം ഉണ്ടാവുകയാണ്. അതും ഒരു വനിത തന്നെ സ്വന്തം പാർട്ടിയിൽ നിന്നും രാജിവെച്ചുകൊണ്ട് തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് കഴിഞ്ഞ കുറേയേറെ ദിവസമായി കൈക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് VD സതീശൻ ഉൾപ്പെടെയുള്ളവരോട് ഇന്നും അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അടഞ്ഞ അധ്യായം എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ചോദ്യങ്ങളിൽ നിന്ന് പോലും കൂടുതൽ കാര്യങ്ങൾ പറയാതെ ഒളിച്ചോടുന്ന സാഹചര്യം. അതേസമയം തന്നെ ജനങ്ങളുടെ മുന്നിൽ ഒരു വശത്ത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പാലക്കാട് MLA സ്ഥാനം ഇതുവരെ രാജിവെപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ആ MLA സ്ഥാനം രാജിവെപ്പിക്കാതെ തുടരുന്നത് അത് കൃത്യമായിട്ട് രാഹുലിന് വേണ്ടിയുള്ള സംരക്ഷണത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്ന വിമർശനം. ഇതിനിടെയാണ്, ഈ സാഹചര്യങ്ങൾക്കിടെയാണ് ഇപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, കോൺഗ്രസിന്റെ ഇത്തരം നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു നഗരസഭ കൗൺസിലർ രാജിവെച്ചിരിക്കുന്നത്. പാലക്കാട് ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ സി സന്ധ്യയാണ് രാജിവെച്ചിരിക്കുന്നത്. ഷൊർണൂർ നഗരസഭ 31-ാം വാർഡ് കൗൺസിലറാണ്. 10 വർഷമായി ഇവർ UDF കൗൺസിലറാണ്. ഏതായാലും കോൺഗ്രസിന്റെ ഇത്തരം തെറ്റായ നടപടികൾ രാഹുലിനെ സംരക്ഷിക്കുന്നതും ഒപ്പം ഈ VK ശ്രീകണ്ഠൻ MP തന്റെ വാർഡിലേക്ക് ഉൾപ്പെടെ അവഗണന കാണിക്കുന്നു എന്നുൾപ്പെടെ ആരോപിച്ചുകൊണ്ടാണ് സന്ധ്യ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതാവിനെതിരെ ഇരട്ട വോട്ട് ആരോപണവുമായി BJP. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാടിനും ഭാര്യയ്ക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടും ഇരട്ട ID കാർഡുകളും ഉണ്ടെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ആരോപിച്ചു. തൃശൂർ അന്തിക്കാട് പഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് ഇരുവർക്കും ഇരട്ട വോട്ടുണ്ടെന്ന അനീഷിന്റെ ആരോപണം.